നിക്കാഹിൽ മഹർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിക്കാഹിന്റെ സദസ്സിൽ ആ മഹർ ഹാജരാക്കുകയോ വധുവിന് കൈമാറുകയോ ചെയ്തിട്ടില്ല എങ്കിൽ അവർ തമ്മിൽ പരസ്പരം കാണലും സംസാരിക്കലും അനുവദനീയമാകുമോ? അവർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് മഹർ കൈമാറണം എന്ന നിബന്ധനയുണ്ടോ? ഒരാളുടെ സംശയമാണ്, നിവാരണം വരുത്താം. നിബന്ധനയൊത്ത രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വരനും വധുവിന്റെ രക്ഷിതാവും നിക്കാഹിന് ആവശ്യമായ വാക്യങ്ങൾ ഉപയോഗിച്ച് നിക്കാഹ് നടത്തിയാൽ അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ ആയി മാറുന്നതാണ്. പിന്നീട് അവർ തമ്മിൽ കാണലും സംസാരിക്കലും ശാരീരികമായി ബന്ധം പുലർത്തലുമൊക്കെ അനുവദനീയമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മഹർ നൽകിയതിന് ശേഷമേ അവളുമായി ബന്ധപ്പെടാവൂ എന്നില്ല. നിക്കാഹിന്റെ വാക്യങ്ങളിൽ മഹർ പറയലോ നിക്കാഹിന്റെ സദസ്സിൽ മഹർ ഹാജരാക്കലോ നിർബന്ധമില്ല. മറിച്ച് മഹർ പറയൽ സുന്നത്തും പറയാതിരിക്കൽ കറാഹത്തുമാണ് എന്ന് ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയത് കാണാം. എന്നാൽ അവധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത മഹറാണെങ്കിൽ അത് കൈപ്പറ്റുന്നതിന് മുമ്പ് താനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നു പറഞ്ഞ് വിസമ്മതിക്കാൻ ഒരു പെണ്ണിന് അവകാശം ഉണ്ട് താനും. എന്നാൽ മഹറിന് കൃത്യമായി അവധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അങ്ങനെ വിസമ്മതിക്കാൻ പാടില്ല എന്നും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം.